ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തൃപ്രങ്ങോട് ആലിങ്ങലിലെ പരീക്കുട്ടി ഹാജിയുടെ സൗജന്യ കുടിവെള്ള വിതരണം 17 വർഷം പിന്നിട്ടു. ദിനേന നിരവധി ലോറികളാണ് ടാങ്കുകളുമായി എത്തി കുടിവെള്ളം കൊണ്ടുപോകുന്നത്. ഒരു കൊടും വരൾച്ചാ കാലത്താണ് 77-കാരനായ എടശ്ശേരി പരീക്കുട്ടി ഹാജി കുടിവെള്ളം സൗജന്യമായി നൽകാൻ തീരുമാനിച്ചത്. തൃപ്രങ്ങോട് ആലിങ്ങലിലെ വീട്ടുപറമ്പിലെ കിണറ്റിൽ നിന്നാണ് ലോറികളിലെ ടാങ്കറുകളിലേക്ക് വെള്ളം നിറച്ചു നൽകുന്നത്. തൃപ്രങ്ങോട് ആലിങ്ങലിലെ എടശ്ശേരി പരീക്കുട്ടി ഹാജി സൗജന്യമായി കുടിവെള്ളം നൽകാൻ തുടങ്ങിയിട്ട് 17 വർഷം പിന്നിട്ടു. 1-2 കുടുംബങ്ങൾക്കൊന്നുമല്ല ഈ സൗജന്യ കുടിവെള്ള വിതരണം. 2 നഗരസഭകളിലേക്കും 7 പഞ്ചായത്തുകളിലേക്കുമാണ് പരീക്കുട്ടി ഹാജിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നും കുടിവെള്ളം കൊണ്ടുപോകുന്നത്. ഒരു കൊടും വരൾച്ചാ കാലത്താണ് പരീക്കുട്ടി ഹാജി കുടിവെള്ളം സൗജന്യമായി നൽകാൻ തീരുമാനിക്കുന്നത്. തിരുച്ചമ്പ്രോട്ടം പാതയിൽ ആലിങ്ങൽ ജുമാ മസ്ജിദിന് സമീപം ദിവസവും രാവും പകലുമില്ലാതെ 100 കണക്കിന് ലോറികളാണ് ടാങ്കുകളുമായി എത്തി കുടിവെള്ളം കൊണ്ടുപോകുന്നത്. കടുത്ത വരൾച്ച തുടങ്ങിയാന്ന് ഇവിടെ നമ്മളെ കിണറ്റിൽ വെള്ളം അടിച്ചിങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞാനൊരു 5-ൻ്റെ മോട്ടർ വെച്ച് അതിന്നിങ്ങനെ കൊണ്ടുപോകുമ്പോൾ വെള്ളം വറ്റണില്ല. അപ്പോൾ ആദ്യം തൃപ്രങ്ങോട് പഞ്ചായത്തിന് ഫുള്ളും കൊണ്ടുപോയി തുടങ്ങി. പിന്നെ എല്ലാ പഞ്ചായത്തുകളും സമീപിക്കൽ തുടങ്ങി. വെള്ളം വേണം. അങ്ങനെ മലപ്പുറം ജില്ലേൻ്റെ അതിർത്തി വരെ കൊണ്ടുപോയിരുന്നത്. എത്ര വണ്ടിയാണ് കൊണ്ടുപോയെന്ന് പറയാൻ പറ്റില്ല. 1000 ലിറ്റർ ഒരു ദിവസം കൊണ്ടുപോകും. പിന്നെ ഇതിന് സന്ദർഭമൊന്നുമില്ല. പുലർന്നാൽ കൊണ്ടുപോകും, രാത്രി പാതിരാക്ക് കൊണ്ടുപോകും, കല്യാണങ്ങൾക്കും മരണാനന്തര ക്രിയകൾക്കും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ലോറികൾക്ക് വെള്ളം കൊണ്ടുപോകാൻ അന്ന് തുറന്നിട്ടതാണ് വീടിൻ്റെ ഗേറ്റ്. 2000, 6000, 10000 ലിറ്റർ കൊള്ളുന്ന ടാങ്കുകളുമായാണ് ലോറികൾ എത്തുന്നത്. വെള്ളം ടാങ്കിലേക്ക് പമ്പ് ചെയ്യാൻ പൈപ്പും മോട്ടോറുമെല്ലാം പരീക്കുട്ടി ഹാജി തന്നെ ഒരുക്കിയിട്ടുണ്ട്. 5 HP-യുടെ 2 മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം ടാങ്കുകളിലേക്ക് എത്തിക്കുന്നത്. മാസം കുറഞ്ഞത് 10000 രൂപ വൈദ്യുതി ബില്ല് തന്നെ വരും. യാതൊരു പ്രതിഫലവും ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിക്കുന്നില്ല. ദാഹജലം നൽകൽ പുണ്യകർമ്മമായാണ് കാണുന്നത്. അത് തുടരുക തന്നെ ചെയ്യുമെന്ന് പരീക്കുട്ടി ഹാജി പറഞ്ഞു. ഇപ്പോൾ 2 5 HP-ൻ്റെ മോട്ടർ ഇടതടവില്ലാതെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വണ്ടികൾ വന്ന് നിൽക്കുകയാണ്. ഇത് നിർത്തരുതെന്ന് എൻ്റെ മകനോടും പറഞ്ഞു ഞാൻ. ഇത് നമ്മളെ അനന്തരായിട്ട് അവർക്ക് ഇത് കൊണ്ടുപോകാൻ ഒരു തടസ്സം ഉണ്ടാകരുത്, ഈ വെള്ളത്തിന് വരുന്നതിന് ഒരു മുഖം കാരണൊരു വർത്താനം നമ്മൾ പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോഴും നടന്നു പോകുന്നുണ്ട്. എത്ര പഞ്ചായത്തിൽ പോകുന്നുണ്ട്? 7 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി, തിരൂർ മുനിസിപ്പാലിറ്റിൻ്റെ കുറച്ച് ഭാഗം ഒക്കെ പോകുന്നുണ്ട്. പിന്നെ കുടങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്, ചെറിയ പിക്കപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ അറബനെ കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുക ആണ്. നമുക്ക് അതുകൊണ്ട് ഒരു തടസ്സം മുറ്റത്തിനോ മറ്റതിനോ അവർക്ക് തടസ്സം ഉണ്ടാവരുതെന്നുള്ള രീതിയിൽ അവർ കൊണ്ടുപോകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വെള്ളം ശേഖരിച്ച് പഞ്ചായത്തുകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. പൊന്നാനി നഗരസഭ, തിരൂർ നഗരസഭയുടെ ചില ഭാഗങ്ങൾ, തൃപ്രങ്ങോട്, പുറത്തൂർ, മംഗലം, വെട്ടം, തലക്കാട്, നിറമതുർ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ഈ സഹായം ഉപകരിക്കുന്നുണ്ട്. വിവാഹങ്ങൾക്കും മരണവീടുകളിലേക്കും ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുമുണ്ട്. പരീക്കുട്ടി ഹാജിയുടെ ഭാര്യ ഖദീജയും ഒമാനിൽ ജിംനേഷ്യം നടത്തുന്ന ഏക മകൻ റമീസും മരുമകൾ നസീറയും പരിപൂർണ പിന്തുണയുമായി പരീക്കുട്ടി ഹാജിക്കൊപ്പമുണ്ട്.